ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാവുന്നത് ടൊയോട്ടൻ്റെ രണ്ട് കൊറോളോ അൾട്ടിസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടികളാണ് രണ്ടും. ഒന്ന് പെട്രോൾ ഓട്ടോമാറ്റിക്കും ഒന്ന് ഡീസൽ മാനുവലാണ് വരുന്നത്. വേറെ മേജർ ആക്സിഡൻറ്റ് കാരണമൊന്നും ഇല്ലാത്ത വണ്ടികളാണ്. ടൊയോട്ടൻ്റെ അൾട്ടിസ് ഡീസലാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 20 കിലോമീറ്റർ വരെയൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏകദേശം ഒരു 10-12 ആ ലെവലിലും മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ടൊയോട്ടൻ്റെ വണ്ടികളായതുകൊണ്ട് തന്നെ ലോങ് എൻജിൻ ലൈഫും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടാവും. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. ബാക്കി മൊത്തമുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വരുന്ന വണ്ടി ഡീസൽ മാനുവലാണ്. 2013 വണ്ടിയുടെ മോഡൽ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. 1,28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസലാണ്. വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത് ജെ ആണ്. നമ്പറായ വണ്ടിയാണ്. ഇൻ്റർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പുതിയ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ ഓപ്ഷൻ ജെ ആയതുകൊണ്ട് തന്നെ ബേസിക്കലുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അഡീഷണൽ സ്റ്റീരിയോ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,10,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ കൊറോള അൾട്ടീസ് ഡീസൽ മാനുവൽ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്. അടുത്ത വണ്ടി വരുന്നത് അൾട്ടീസ് പഴയ മോഡലാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. 2009 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ്. 1,25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് വി ആണ്. 1.8 ഓട്ടോമാറ്റിക്കാണ് വണ്ടി വരുന്നത്. വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. പുതിയ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വി ആയതുകൊണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, പിന്നെ ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വണ്ടിക്ക് വരും. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. പിന്നെ വണ്ടിക്ക് മൈലേജ് ഏകദേശം ഒരു 10-12 ആ ലെവലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി പെട്രോൾ ആയതുകൊണ്ട് തന്നെ. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. കമ്പനി കൊടുക്കുന്ന തന്നെ അലോയ് വീൽ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,10,000 രൂപയാണ്. മോഡൽ കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ലോണോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ലോക്കൽ ഫൈനാൻസ് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ ഈ 2 വണ്ടി നമ്മൾ കഴിയുമ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ അൾട്ടീസൊക്കെ അന്വേഷിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും.